എങ്ങോട്ടേക്കാ? ദേ ഒന്ന് പുത്തൻകുരിശ് വരെ. ചേച്ചിനെ അവിടെ എത്തിച്ചേക്കണം. നമ്മളെങ്ങോട്ടാ? ഓ, എങ്ങോട്ടേക്കും അല്ല, കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. 5 മണിക്കൂടെ എത്തുമെന്നാ പറഞ്ഞേ. ആ, എന്ത് ചെയ്യണ്? ഞാൻ ബിടെക്കിന് പഠിക്കുക. ബിടെക്കാ? അപ്പോൾ കുറേ സപ്ലൈ ഒക്കെ കാണുമല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, പൊതുവെ ഒരു നാട്ടടപ്പ് അങ്ങനെയാണല്ലോ. ബിടെക്കാണെന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ അടുത്ത ചോദ്യം എത്ര സപ്ലൈ ഉണ്ടെന്നായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ശരിക്കും എന്ത് സപ്ലൈ? നിങ്ങളെന്ത് ചെയ്യണ്? ഓ, അതൊക്കെ വലിയ ട്രാജഡിയാണ് പോയി. വലിയ ഫാഷൻ ഡിസൈനർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഓ, എന്നിട്ട് എന്താവാൻ? 9ാം ക്ലാസ്സിൽ വെച്ച് നല്ല അടപ്പല്ലാന്ന് പറഞ്ഞ് ടീച്ചർമാരൊക്കെ കൂടി സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡിലാ. ആ, എൻ്റെ വണ്ടി വന്നു, ഞാൻ എന്നാ പോണു. അല്ല, കൺസ്ട്രക്ഷൻ ഫീൽഡ് വാർക്കപ്പണി. നീ എവിടെ എത്തി കോപ്പ്? ആ, ശരി എന്നാ. വെറുതെ മനുഷ്യനെ പട്ടിയാക്കരുത്. തനിക്ക് വരാൻ പറ്റിയിട്ടാ വന്നാ മതി. ഒരു സിഗ്നലും കൂടി ഉള്ളൂ, ഞാൻ എത്തി. ഫോളോവേഴ്സ് ആയതുകൊണ്ട് പറക്കും. ആടാ, നീ ഇനി വരാൻ നിൽക്കണ്ട, നമുക്ക് വേറൊരു ദിവസം കാണാം. ഒരു 10 വരെ ഉണ്ട്. ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇപ്പെത്തും. താൻ ആരാടോ? തനിക്ക് എന്താ വേണ്ടേ? ഫിസാറ്റിലല്ലേ പഠിക്കുന്നത്? അതിന് ഞാനും ബിടെക്കിനാണ് പഠിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ അന്വേഷിച്ചാൽ ഞാൻ വന്നത്. അവനും ഫിസാറ്റിൽ തന്നെയാ. അവൻ ഈ ബസ്സിൽ വരാമെന്നാ പറഞ്ഞേ. ഇതുവരെയായിട്ടും അവനെ കണ്ടില്ല. അതാ കുട്ടിയോട് ചോദിക്കാൻ വന്നത്. അവൻ്റെ പേര് അശ്വിൻ തമ്പി. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് ആള്. ഇയാളെ തന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ. ശരിക്കും ഇയാളെ തന്നെയാണോ ഉദ്ദേശിച്ചത്? അതേന്ന്. ഇയാള് മരിച്ചിട്ട് ഒരാഴ്ച ആയല്ലോ. കോളേജിന് അവധിയൊക്കെ തന്നായിരുന്നു. മരിച്ചെന്നാ? അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാ പോരെ? ചേട്ടാ, ഇവൻ എന്റെ ബാച്ചിലായിരുന്നില്ലേ? എനിക്കറിയാം ഇവനെ. താൻ പോയിക്കോ. 10 മിനിറ്റ് മുമ്പ് ഞാൻ ഫോണിൽ സംസാരിച്ചതാ. എവിടെ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. The number you have dialed does not exist. Please check the number and dial again.
ആ നീ പിന്നെയും സ്വപ്നം കണ്ടല്ലേ? ആ ഡോക്ടറെ, ഞാനത് പിന്നെ കണ്ടു. എനിക്കതിൻ്റെ ആദ്യം കണ്ടാൽ മതി. നീ വിഷമിക്കണ്ട. എപ്പോഴും അവനെ പറ്റി ഓർത്ത് നടക്കുന്നുണ്ടാ ഇങ്ങനെ. പതിയെ ഈ വിഷമങ്ങളും സ്വപ്നങ്ങളും എന്നിൽ നിന്ന് മാഞ്ഞു പോയിക്കോളും. എല്ലാം ശരിയാവും. ഓക്കേ? വേണ്ട, എനിക്കൊന്നും മറക്കണ്ട. ചില സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യങ്ങളെക്കാൾ തീവ്രമാണ്. എനിക്കിനിയും കാണും. ആ സ്വപ്നങ്ങളിലൂടെ അവൻ ഇനിയും ജീവിക്കണം.